നമസ്കാരം. മിർച്ചിയിൽ മണി മാറ്റേഴ്സുമായി നിഖിൽ ഗോപാലകൃഷ്ണനാണ് നിങ്ങളുടെ ഒപ്പം ഉള്ളത്. ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ലോൺ എടുക്കുന്നതിനെക്കുറിച്ച്. കേരളത്തിൽ ഒത്തിരി ആളുകളും ലോൺ എടുക്കുന്ന ആൾക്കാർ, ഇപ്പം നന്നായിട്ട് പൈസ ഉള്ള ആൾക്കാരാണെങ്കിലും കാർ ലോൺ എടുത്തിട്ടായിരിക്കും കാർ വാങ്ങിക്കണത്, ഇല്ലെങ്കിൽ വീട് വാങ്ങാനായിട്ട് ഫ്ലാറ്റിന് അല്ലെങ്കിൽ ഏതാണോ ഹൗസിങ് ലോണിനൊക്കെ ആയിട്ട് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടാവും. ഈവൻ ഇപ്പോൾ മൊബൈലൊക്കെ വാങ്ങുന്നത് പോലും ചിലപ്പോൾ ആൾക്കാർ 0% ലോണിലൊക്കെ ആയിരിക്കും എടുത്തേക്കുന്നത്. ഈ ലോണ് ഭയങ്കരമായിട്ട് നമ്മുടെയൊക്കെ ഇൻകത്തിൽ നിന്ന് ആ കുറവ് EMI കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാശ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതൊക്കെ ശരിക്കും നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ലൈഫിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഇതിൽ വാരൻ ബഫറ്റ് പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ്, 3 L's ആണ് അത്രേ, എല്ലുകൾ, ഇംഗ്ലീഷ് അക്ഷരത്തിലെ എല്ല്. ആ എല്ലുകളാണ് വെൽത്ത് ക്രിയേഷനെ ബുദ്ധിമുട്ടാക്കണമെന്നാണ് പറഞ്ഞത്. അത് ഒന്നാമത്തെ എല്ലെന്ന് വെച്ചാൽ ലിക്കറാണ്. കള്ളു കുടിച്ച് കഴിഞ്ഞാൽ ബോധം രണ്ടും എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അതേമാതിരി ഒന്ന് പറഞ്ഞേക്കുന്നത് ലേഡീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇന്ത്യയിലത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ലേഡീസൊക്കെ മിടുക്കരാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ലേഡീസ് എന്നുള്ള നമുക്ക് മാറ്റാം. പക്ഷേ കേരളത്തിലെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ എല്ല് വേറൊരു സാധനമാണ്, ലോട്ടറി എടുക്കുന്ന ആൾക്കാർ കുറേ ഉണ്ട്. ഇപ്പോൾ നമ്മൾ തിരുവോണം ബമ്പറിനെ നോക്കുകയാണെങ്കിൽ 375 കോടി രൂപയ്ക്കാണ് ലോട്ടറി നമ്മൾ വാങ്ങി കൂട്ടിയത്. ഈവൻ ലിക്കറാണെങ്കിലും പല ആൾക്കാർക്ക് അറിയാം കേരളത്തിൽ എത്ര രൂപയ്ക്ക് ലിക്കർ വാങ്ങിയിട്ടുണ്ടാകുന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് ലിക്കർ ഭയങ്കര പ്രശ്നമാണ്. ഇതിനേക്കാളും വലിയ ഡേഞ്ചറായിട്ടുള്ള എല്ലാണ് ലോൺ എന്ന് പറഞ്ഞ സാധനം. കാരണം ഇപ്പോൾ ലോൺ ഇല്ലാത്ത ആൾക്കാർ എത്രയെന്ന് വെച്ചാൽ ഭയങ്കര കുറവായിരിക്കും. ചില ടൈമിൽ നമ്മൾ ലോൺ വാങ്ങിയ കാര്യങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ ലോണിൻ്റെ പരിധി നമ്മുടെ ഇൻകത്തിൻ്റെ ഒരു 25% തൊട്ട് 40%-ത്തേക്കാൾ കൂടുതൽ നമ്മുടെ ഇൻകത്തിൻ്റെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഡേഞ്ചറാണ്. അതങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ റിട്ടയർമെൻറ്റ് ഗോള്, നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഗോള്, ഇതിനെല്ലാത്തിനെയും ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ലോൺ എടുക്കുന്ന ടൈമിൽ ചെക്ക് ചെയ്യുക, ഈ ലോൺ എടുത്തിട്ട് നമ്മുടെ ലൈഫ് എന്തുമാത്രം അപ്രീഷിയേറ്റ് ചെയ്യാൻ പോകണം, നമുക്ക് എന്തുമാത്രം ബെനിഫിറ്റ് ഉണ്ട്, ഇത് ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ലോണാണോ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണ അസറ്റ് ഡിപ്രീഷിയേറ്റിംഗ് അസറ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് ലോൺ എടുത്ത് കൃത്യമായിട്ട് ലൈഫിനെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് നന്നായിട്ട് മുന്നേറാനായിട്ട് പറ്റും.